നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 എപ്പോഴും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പ്രധാനമായിട്ടും പഠിക്കാം. 4 ഹോട്ട് ടോപ്പിക്സാണ് ഇന്ന് എടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒന്നാമത്തേത് എന്ന് പറയാൻ പറ്റും ചൈനീസ് വിപ്ലവം. ഒന്നാമത്തെ ഒരു ഹോട്ട് ടോപ്പിക് ഇന്ന് എടുക്കുന്നത് ചൈനീസ് വിപ്ലവം. അതിനെ അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മറ്റൊന്ന് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യനും നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി. മറ്റൊന്നാണ് 32ാം വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. 32ാം വകുപ്പ്, ഭരണഘടനയിലെ 32ാം വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ മറ്റൊന്നാണ് ഭേദഗതി പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് 42 അല്ലേ. അതുപോലെ 86 ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻസ് കണ്ടെത്തുക. എന്നുള്ളതാണ്. ഇതിൽ ശരിയായ ഓപ്ഷൻസ് ഇല്ല. നമുക്കിവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് എന്നാണ്? 1921. ആ പോയിന്റ് ശരിയാണ്. ഒരു പോയിന്റ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതെന്നാണ്? 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. അതുപോലെ മറ്റൊന്നാണെന്ത്? ഇവിടെ ലോങ് മാർച്ച്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇവിടുത്തെ ഒരു പോയിന്റ് മാത്രം ശരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ഓക്കെ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് അല്ലേ. ലോങ് മാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് മാർച്ച് മാവോ സെ തൂങ് ആണത് നടത്തുന്നത്. ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സെ തൂങ് നടത്തിയതാണ്. 1934 ലോങ് മാർച്ച് നടക്കുന്നത്. 1934 ലോങ് മാർച്ച്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് എന്നാണ്? 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതം ആയത്. ലോങ് മാർച്ച് എന്നാണ്? ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം ഓർക്കുമ്പോൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ലോങ് മാർച്ച്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നൊരു പോയിന്റാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. 1934 ലോങ് മാർച്ച്. അതായത് ചിയാങ് കൈഷേക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചിയാങ് കൈഷേക്ക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 മാവോ സെ തൂങ് സംഘടിപ്പിച്ചതാണ് എന്ത്? ലോങ് മാർച്ച്. മാവോ സെ തൂങ് ആണ് ഇതിൻ്റെ സംഘാടകൻ. 1934 മാവോ സെ തൂങ്ങിൻ്റെ സംഘടനാ പാഠവുമാണ് എന്ത്? ലോങ് മാർച്ച് എന്ന് പറയുക. ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ വർഷം ഓർക്കേണ്ടത് ഏതാണ്? 1934 അല്ലേ. അതിൻ്റെ സംഘാടകൻ ആരാണ്? മാവോ സെ തൂങ് ആണ്. 34 മാവോ സെ തൂങ് ആണ് അല്ലേ. അതായത് ചിയാങ് കൈഷേക്ക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ സംഘടിപ്പിച്ചതാണെന്ത്? ലോങ് മാർച്ച്. ആര് സംഘടിപ്പിച്ചു? മാവോ സെ തൂങ് അല്ലേ. ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ ചൈനീസ് വിപ്ലവം എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതെന്നാണ്? 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് അല്ലേ. ലോങ് മാർച്ച് 1934 ലോങ് മാർച്ച് എന്നും പറയുന്നത്. ഇനി അതുപോലെ അതിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് എന്ത്? കറുപ്പ് യുദ്ധം. ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ ഓർക്കണം മറ്റൊരു സംഭവമാണെന്ത്? കറുപ്പ് യുദ്ധം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണെന്ത്? കറുപ്പ് യുദ്ധം എപ്പോഴും ചോദിക്കുന്നതാണ്. ആരൊക്കെ തമ്മിലാണ്? ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കറുപ്പ് യുദ്ധം. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കറുപ്പ് യുദ്ധം. വർഷം എങ്ങനെ പറയാൻ പറ്റും? ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ വർഷം എങ്ങനെ പറയാൻ പറ്റും? 1839 മുതൽ 42 വരെയായിരുന്നു കറുപ്പ് യുദ്ധം. ഒന്നാം കറുപ്പ് യുദ്ധം. ഓക്കെ.
അപ്പോൾ കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം എന്തായിരുന്നു? ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നം എന്തൊക്കെയായിരുന്നു? പട്ടും തേയിലയൊക്കെ ആയിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്തായിരുന്നു? കറുപ്പായിരുന്നു. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തത് കറുപ്പായിരുന്നു. ഇതിനെതിരെയുള്ള പ്രതികരണമാണെന്ത്? ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കറുപ്പിനെതിരെയുള്ള യുദ്ധമാണെന്ത്? കറുപ്പ് യുദ്ധം നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ആരൊക്കെ തമ്മിലുള്ളതാണ്? ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമാണെന്ത്? കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പഠിക്കണം. ചൈനീസ് വിപ്ലവം ബന്ധപ്പെടുത്തി പഠിക്കാം. ചൈനയും ബ്രിട്ടനും എതിരായിട്ടുള്ള യുദ്ധം ഓർക്കാമല്ലോ. 1839 മുതൽ 42 വരെ ഒന്നാം കറുപ്പ് യുദ്ധം നീണ്ടു നിന്നു. ഒന്നാം കറുപ്പ് യുദ്ധം നീണ്ടു നിന്നു. കറുപ്പ് യുദ്ധം അല്ലേ, ഒന്നാം കറുപ്പ് യുദ്ധം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച മറ്റൊരു കാര്യമാണ്, കുമിന്താങ് പാർട്ടി രൂപീകരിച്ചാരാണ്? കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? കുമിന്താങ് പാർട്ടി അല്ലേ, സൺയാറ്റ്സനാണ്. കുമിന്താങ്ങിൻ്റെ ഓണർ ആരാണ്? സൺയാറ്റ്സൺ. സൺയാറ്റ്സൺ, കുമിന്താങ് പാർട്ടി. സൺയാറ്റ്സനാണ് കുമിന്താങ് പാർട്ടി രൂപീകരിക്കുന്നത്. സൺയാറ്റ്സനാണ് കുമിന്താങ് പാർട്ടി രൂപീകരിക്കുക. അതായത് 1925 സൺയാറ്റ്സിന് ശേഷം വന്നത് ആരാണ്? ചിയാങ് കെ ഷേക്കാണ്. 1925 സൺയാറ്റ്സിന് ശേഷം ആര് വന്നു? ചിയാങ് കൈ ഷേക്കാണ് വരിക അല്ലേ. ആ ചിയാങ് കൈ ഷേക്കിന് എതിരെ സംഘടിപ്പിച്ച സംഭവമാണെന്ത്? ലോങ് മാർച്ച്. ആര്? മാവോ സേ തൂങ്. ആ ഒരു കണക്ഷൻ നോക്കുക. അപ്പോൾ ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കാൻ പറ്റും അല്ലേ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ നേതാവ് ആരാണ്? നേതാവ് മാവോ സേ തൂങ് ആണ്. നേതാവ് ആരാണ്? മാവോ സേ തൂങ് ആണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നത് അല്ലേ. ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ 1934 അല്ലേ. ഇനി ചൈനയിൽ സംസ്കാര വിപ്ലവം നടന്നത് എന്നാണ്? ചൈനയിൽ സംസ്കാര വിപ്ലവം നടന്നത് എന്നാണ്? സാംസ്കാരിക വിപ്ലവം ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നത് എന്നാണ്? എന്നായിരുന്നത്? 1966 ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നത്. 1966 ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നത് അല്ലേ. വേറൊരു പോയിന്റ് ഉണ്ട്, എന്താണ്? വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. അതും ചോദിച്ചിട്ടുള്ളതാണ്. വിപ്ലവം തോക്കിൻ കുഴൽ എന്ന് പറഞ്ഞ ആരാണ്? വിപ്ലവം തോക്കിൻ്റെ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മാവോ സേ തൂങ് തന്നെയാണ്. വിപ്ലവം തോക്കിൻ കുഴൽ എന്ന് പറഞ്ഞ ആരാണ്? മാവോ സേ തൂങ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ചൈനീസ് വിപ്ലവം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് തുറന്ന വാതിൽ നയം. ചൈനീസ് വിപ്ലവ ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് തുറന്ന വാതിൽ നയം. അതായത് ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി, ചൈനയുടെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണെന്ത്? തുറന്ന വാതിൽ നയം. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഉണ്ടാക്കണം. അമേരിക്കക്കാർക്കല്ലേ, ഇത് പറയുമ്പോൾ അമേരിക്കയെ ഓർത്താൽ മതി. തുറന്ന വാതിൽ നയം ഓർക്കുമ്പോൾ അമേരിക്കക്കാർക്ക് ചൈനയിൽ ഇടപെടാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നായിരുന്നു തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചൈനീസ് വിപ്ലവം ഓർക്കുമ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വർഷം ഏതാണ്? 1921 അതിൻ്റെ വർഷം അല്ലേ. നേതാവ് ആരാണ്? മാവോ സേ തൂങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുക. ഇനി ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ വർഷം ഏത് പറയാം? ലോങ് മാർച്ചിൻ്റെ വർഷം 1934 അത് നടത്തുന്ന ആര് തന്നെയാണ്? മാവോ സേ തൂങ് ആണ്. ചിയാങ് കെ ഷേക്ക് എന്ന ഭരണാധികാരിക്കെതിരെ സംഘടിപ്പിച്ച സംഘടനയാണെന്ത്? സംഘടനാ പാഠം അല്ലേ, ലോങ് മാർച്ച് എന്ന് പറഞ്ഞ സംഭവം അതാണ്. ചിയാങ് കെ ഷേക്കിനെതിരെ നടത്തിയ സംഭവമാണ് ലോങ് മാർച്ച് എന്ന് പറയുക. ഇനി ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്നത് എന്നായിരുന്നു? സംസ്കാരിക വിപ്ലവം അതെന്നാണ്? 1966 സംസ്കാരിക വിപ്ലവം ചൈനയിൽ നടക്കുക. 1966 സംസ്കാരിക വിപ്ലവം ചൈനയിൽ നടക്കുക. ഇനി മറ്റൊന്ന്, കുമിന്താങ് പാർട്ടി സംഘടിപ്പിച്ചാരാണ്? കുമിന്താങ് പാർട്ടിയുടെ നേതാവാരാണ്? കുമിന്താങ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ആരാണത്? സൺയാറ്റ്സനാണ് കുമിന്താങ് പാർട്ടിയുടെ നേതാവ്. അതായത് ഇനി പിന്നെ പറഞ്ഞാൽ 1925 സൺയാറ്റ്സിന് ശേഷം വന്ന ആരാണ്? 25 സൺയാറ്റ്സിന് ശേഷം വന്ന ആരാണ്?
ഈ ചിയാങ് കെ ഷേക്കാണ് അല്ലേ. ചിയാങ് കെ ഷേക്ക് കഴിയുമ്പോൾ ആര് കയറി വരുന്നു? വീണ്ടും മാവോ സെത്തൂങ്ങാണ് കയറി വരുന്നേക്കുന്നത് അല്ലേ. മാവോ സെത്തൂങ്ങാണ് കയറി വരിക. അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണ്? വിപ്ലവം തോക്കിന് കുഴലിലൂടെന്നും അദ്ദേഹം പറഞ്ഞു. വിപ്ലവം തോക്കിൻ്റെ കുഴലിലൂടെ. മറ്റു 2 പോയിന്റ് എന്തായിരുന്നു? മറ്റു 2 പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? ഒന്ന് കറുപ്പ് യുദ്ധം അല്ലേ. കറുപ്പ് യുദ്ധം. ഒന്ന് കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആരൊക്കെ തമ്മിലാണ് കറുപ്പ് യുദ്ധം? ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കറുപ്പ് യുദ്ധം എന്ന് പറഞ്ഞത് അല്ലേ. കറുപ്പിനെ എതിർത്തുകൊണ്ട്, കറുപ്പെന്ന ലഹരി മരുന്നിനെ എതിർത്തുകൊണ്ടാണ്. അത് 39-42 കാലത്ത് 1839 to 42 കാലത്ത് നിന്നിരുന്നു കറുപ്പ് യുദ്ധം. മറ്റൊന്നെന്താണ്? തുറന്ന വാതിൽ നയം. അത് അമേരിക്കക്കാർക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമുണ്ടാക്കുമെന്നാണ് തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും ഓർക്കാം. മാവോ സെത്തൂങ് 21 ഓർക്കുക അല്ലേ. ലോങ് മാർച്ച് 34 ഓർക്കാൻ പറ്റും. സംസ്കാരി വിപ്ലവം 66-ലായിരുന്നു. കുമിന്താങ് എന്നാൽ അല്ലേ, കുമിന്താങ് പാർട്ടിയുടെ സംഘാടകൻ നേതാവ് ആരാണ്? സന്യാസിനായിരുന്നു അല്ലേ. 25-ല് ചിയാങ് കെ ഷേക്ക് ശേഷം അല്ലേ, സന്യാസിന് ശേഷം വന്നാരാണ്? ചിയാങ് കെ ഷേക്ക്. സന്യാസിന് ശേഷം വന്നാരാണ്? ചിയാങ് കെ ഷേക്ക് അല്ലേ. തിരിച്ചിങ്ങനെ വരണം. നെക്സ്റ്റ് കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ചൈനയും കറുപ്പ് യുദ്ധം ചൈനയും ബ്രിട്ടനും. BR നോക്കിയാൽ മതി, ചൈനയും ബ്രിട്ടനും. പിന്നെ തുറന്ന വാതിൽ നയം എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? അമേരിക്കക്കാരെ ഓർക്കുക. അമേരിക്കയ്ക്ക് ചൈനയ്ക്കകത്ത് വന്ന് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മാവോ സെ തൂങ് ആണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, മാവോ സെ തൂങ് ആണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? അല്ലേ. കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ ഏതാണ്? കറുപ്പ് യുദ്ധം അല്ലേ. കറുപ്പ് യുദ്ധമാണ്. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിൽ നടത്തിയതാണ്? കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും. കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും. ഇവിടെ പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയും ചൈനയും. ചൈന വന്നുകൊണ്ട് പറഞ്ഞതാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച അല്ലേ, അതിലൊപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. നമ്മൾ പഞ്ചശീല തത്വങ്ങൾ വഴിയാണ് ആരോട്? ചൈനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർക്കുക മതി, ഇന്ത്യ ചൈന പഞ്ചശീല തത്വങ്ങൾ. അടുത്ത ടോപ്പിക്കാണ് അല്ലെ ഹോട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാംക്രമിക രോഗങ്ങളാണ്. സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. സാംക്രമിക രോഗങ്ങളും അവിടെ രോഗകാരികളും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ് സാംക്രമിക രോഗങ്ങൾ. ഒക്കെ ഇവിടെ ഉണ്ടല്ലോ സാംക്രമിക രോഗങ്ങൾ. ഇവിടെ കോളറ, എലിപ്പനി, ടൈഫസ്, കുരങ്ങുപനി എന്നിവയുണ്ട്. വൈറസ്, ലെപ്റ്റോസ്പൈറ, വിബ്രിയോ കോളറ, ബാക്ടീരിയ എന്നിവയാണ്. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇവിടെ ഏതൊക്കെ പറയാം? കോളറയുടെ എന്തായിരുന്നു? കോളറയുടെ എന്ത് വരുന്നുണ്ട്? വിബ്രിയോ കോളറ. കോളറയുടെ രോഗകാരി വിബ്രിയോ കോളറ. എലിപ്പനിയുടെ ആരാണ്? എലിപ്പനി എന്ന് പറയുമ്പോൾ അതിനെ പരത്തുന്ന ആരാണ്? എലിപ്പനിക്ക് ആരാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയാണ് എലിപ്പനി. കോളറയ്ക്ക് വിബ്രിയോ കോളറ, എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇല്ലേ. ടൈഫസ് ഇല്ലല്ലേ. ടൈഫസ് ഞാനത് ചേരുമ്പടി ചേർത്ത് വന്നു. ശരിയായ ജോഡി മാത്രം കണ്ടെത്തിയാൽ പോരെ. കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ 2 മാത്രമാണ് നമുക്ക് ശരിയായി വരിക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കിയുള്ളവ നോക്കാം എന്താണെന്ന്. കുറച്ചധികം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമുക്ക് നോക്കാം. സാംക്രമിക രോഗങ്ങളും അവയുടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അല്ലേ. കോളറയുടെ ആരാണ്? കോളറ എന്ന് പറയുമ്പോൾ സാംക്രമിക രോഗം ആരാണ്? വിബ്രിയോ കോളറയാണ് കോളറയുടെ രോഗകാരി.
അടുത്തത് ക്ഷയത്തിൻ്റെ ആരാണ്? ക്ഷയം അതിൻ്റെ ആരാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് TB. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. എന്നാൽ കുഷ്ഠം പരത്തുന്ന രോഗാണു ആരാണ്? കുഷ്ഠം ആരാണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രേ. മൈക്കോ ബാക്ടീരിയം ഉണ്ടോ? മൈക്കോ ബാക്ടീരിയം ലെപ്രേ ആണ്. ലെപ്രേ. മൈക്കോ ബാക്ടീരിയം ലെപ്രേ. കോളറ ആരാണ്? വിബ്രിയോ കോളറ. ക്ഷയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. TB എന്ന് എഴുതിയേക്കുന്നതാണ് ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് എഴുതാൻ അറിയത്തില്ലേ? ട്യൂബർക്കുലോസിസ് TB എന്ന് ഷോർട്ട് ഫോം എഴുതിയതാണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കുഷ്ഠത്തിൻ്റെ ആരാണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രേ ആണ് കുഷ്ഠത്തിൻ്റെ രോഗാണു അല്ലേ, രോഗകാരി. ഇനിയും ടെറ്റനസ് എന്താണ്? ടെറ്റനസ് എന്ന അസുഖം. ടെറ്റനസ് അത് പരത്തുന്ന ആരാണ് അല്ലേ, രോഗകാരി ആരാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. കോളറ വിബ്രിയോ കോളറേ. ക്ഷയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കുഷ്ഠം മൈക്കോ ബാക്ടീരിയം ലെപ്രേ. ടെറ്റനസ് ആരാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. 4. അടുത്തത് ഡിഫ്തീരിയ ആരാണ്? ഡിഫ്തീരിയൊക്കെ എപ്പോഴും ചോദിക്കും. ഡിഫ്തീരിയ ഏതാണ്? ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ അത് കൊറൈൻ ബാക്ടീരിയ അല്ലേ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. കൊറൈൻ ബാക്ടീരിയ ആണ് ഡിഫ്തീരിയയുടെ രോഗാണു. ടൈഫോയിഡ് അല്ലേ, ടൈഫോയിഡ് ചോദിക്കുന്നുണ്ട്. ടൈഫോയിഡ് ആരാണ്? ടൈഫോയിഡ് എപ്പോഴും ചോദിക്കുന്നത്, മാറി ചോദിക്കും. ടൈഫോയിഡിൻ്റെ ആരാണ്? ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി അല്ലേ, സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി ഉണ്ടോ? ടൈഫി വെച്ചിട്ട് ഓർക്കാം. സാൽമൊണല്ല ടൈഫി. അടുത്ത് വില്ലൻ ചുമ ബോർഡെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ ഏതാണത്? ബോർഡെല്ല പെർട്ടൂസിസ്. ബോർഡെല്ല പെർട്ടൂസിസ്. എലിപ്പനി അറിയാം. എലിപ്പനി ചോദിക്കുന്നത് എപ്പോഴും എന്താണ്? എലിപ്പനിയുടേത് ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ എന്ന് പറയും. ലെപ്റ്റോസ്പൈറ എന്ന് പഠിച്ചു വെക്കണം. ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ. എലിപ്പനിയുടെയാണ്. ലാ വെച്ചിട്ട് പഠിക്കണം. എലിപ്പനിയുടെ ലാ വെച്ച് പിടിക്കുക. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ. അപ്പോൾ ഡിഫ്തീരിയയുടെ ആരാണ്? കൊറൈൻ ബാക്ടീരിയ. ടൈഫോയിഡിൻ്റെ ആരാണ്? സാൽമണല്ല ടൈഫി. വില്ലൻ ചുമയുടെ ആരാണ്? ബോർഡെല്ല ബോർഡെല്ല പെർട്ടൂസിസ്. പിന്നെ എലിപ്പനിയുടെ ആരാണ്? ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ. ലെപ്റ്റോസ്പൈറ. ഇനി ഒരു 4 കൂടി പറയാം. അടുത്തത് ഗൊണേറിയ സിഫിലിസും ഒക്കെ അല്ലേ. ഗൊണേറിയ പരത്തുന്ന ആരാണ്? നിസേറിയ ഗൊണേറിയാണ്. ആ പേര് തന്നെയുണ്ട്. നിസേറിയ ഗൊണേറിയാണ്. ഗൊണേറിയ പരത്തുന്ന, അതായത് സെക്ഷലി ഉള്ള രോഗങ്ങളാണ് അതൊക്കെ. ആന്ത്രാക്സ് അറിയാം. ബാസിലസ് അല്ലേ, ബാക്ടീരിയ. ബാസിലസ് ആന്ത്രാക്സ് ആണ് പരത്തുക. എന്നാൽ തൊണ്ടകാറൽ അല്ലേ, തൊണ്ടകാറൽ ഉണ്ടാക്കുന്നത് ആരാണ്? തൊണ്ടകാറൽ പ്രത്യേകം എഴുതാം. തൊണ്ടകാറൽ ആരാ ഉണ്ടാക്കുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ആണ്.
സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ് തൊണ്ടക്കാറിലുണ്ടാക്കുക. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ് തൊണ്ടക്കാറിലുണ്ടാക്കുക. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ് തൊണ്ടക്കാറിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഭക്ഷ്യ വിഷബാധക ബാക്ടീരിയയും കൂടെ പറയാമല്ലോ. ഭക്ഷ്യ വിഷബാധക ബാക്ടീരിയ ആരൊക്കെയാണത്? സാൽമണല്ല, സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. സാൽമണല്ല, സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. എഴുതാം. ഭക്ഷ്യവിഷബാധയുടേത് ഏതൊക്കെയാ? സാൽമണല്ല, സാൽമണല്ല. പിന്നെന്താണ്? സ്റ്റെഫലോകോക്കസ് അത് എഴുതാമല്ലോ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം അതാണ് വിഷകാരി. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് വിഷകാരി. ബോട്ടുലിനം എന്ന് ഓർത്താൽ മതി. ബോട്ടിൽ വരുന്നതൊക്കെ വിഷമാണെന്ന് ഓർത്തു വെക്കാൻ പറ്റി. ഭക്ഷ്യവിഷബാധയുടെയാണ് പറഞ്ഞേക്കുന്നത്. സാൽമണല്ല, പിന്നെന്ത് പറഞ്ഞു? സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. എന്നാൽ മറ്റൊന്നും ചോദിക്കാം. ഇനി പ്ലേഗ് ഉണ്ടാക്കുന്ന ആരാണ്? യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാക്കുന്ന ആരാണ്? യെർസീനിയ. യാതൊരു ബന്ധവും കാണുന്നില്ല അല്ലേ? യെർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി. യെർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി. നമ്മൾ എന്താ പറഞ്ഞത്? ഗൊണേറിയ പഠിച്ചു. നിസേറിയ, ഗൊണേറിയ എന്ന് പറഞ്ഞു. എന്നാൽ സിഫിലിസ്, ഇത് രണ്ടും സെക്ഷലി ഉള്ള രോഗങ്ങളാണ്. അപ്പോൾ സിഫിലിസിൻ്റെ ആരായിരിക്കും? സിഫിലിസ്. ട്രിപ്പോനിമ പല്ലേഡിയം. പല്ലിടയ്ക്ക് കേട്ടോ. പല്ലേഡിയം ഇല്ലാണ്. പല്ലേഡിയം ഇതില്ല. പല്ലേഡിയമാണ്. ട്രിപ്പോനിമ പല്ലേഡിയം സിഫിലിസിൻ്റെ ആണ്. ട്രിപ്പോനിമ അല്ലേ? സെക്ഷലി ഉള്ള രോഗങ്ങളാണ് രണ്ടെണ്ണം. ഓക്കെ. രോഗങ്ങളെ സംബന്ധിച്ച് മറ്റൊരു സെക്ഷൻ വരുന്ന ഏതായിരുന്നു? എൻ്റെ കൂടെ വരുന്നതാണ് ജനിതക രോഗങ്ങൾ അല്ലേ? വരുന്ന സംഭവം ജനിതക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പാരമ്പര്യമായി വരുന്ന രോഗങ്ങളാണെല്ലാം ജനിതക രോഗങ്ങൾ അല്ലേ? ഇവിടെ നമുക്ക് ഏതൊക്കെ പറയാം ജനിതക രോഗങ്ങൾ? ഒന്ന് ഹീമോഫീലിയ, ഒരെണ്ണം. ഇതൊക്കെ നോക്കും കേട്ടോ. ഒന്ന് ഹീമോഫീലിയ, മറ്റൊന്ന് ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. രണ്ടും എന്നാണ് ജനിതക രോഗമാണ്. ജനറ്റിക്കലി ട്രാൻസ്ഫർ ആകുന്ന രോഗങ്ങളാണ്. ജനറ്റിക്കലി ജീൻസ് വഴി ഒരു തലമുറയിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറുന്ന അസുഖങ്ങളാണെന്ത്? ജനിതക രോഗങ്ങൾ എന്ന് പറയുക അല്ലേ? അതായത് വല്യപ്പനുണ്ടെങ്കിൽ കൊച്ചുമക്കൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ മക്കൾക്കുണ്ടായിരിക്കും എന്ന രീതിയിൽ പോകുന്നതായിരിക്കും. മക്കൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ അപ്പൂപ്പൻ കൊച്ചുമക്കൾ രീതിയിലാണ് എപ്പോഴും ജനിതക രോഗങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. അപ്പോൾ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയുമാണെന്ത്? ജനിതക രോഗങ്ങൾ എന്ന് പറയുക. ജനിതക രോഗങ്ങൾ എന്ന് പറയപ്പെടുക. സിക്കിൾ സെൽ അനീമിയ ഇവിടെ, അതുപോലെ ഹീമോഫീലിയ എന്നും പറയും അല്ലേ? അടുത്ത ടോപ്പിക്സ് വരുന്നതാണ് മാർത്താണ്ഡവർമ്മ അല്ല. മാർത്താണ്ഡവർമ്മ എന്ന് പറയുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയ പ്രസ്താവന ഏതൊക്കെയാണ്? 2, 3 ശരിയ പ്രസ്താവന. അതായത് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുടെ 2 പോയിന്റ്സ് ഇവിടെയുണ്ട്. ഒന്നാമത്തേത് 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മ അല്ലേ? മാർത്താണ്ഡവർമ്മയുടെ യുദ്ധം അദ്ദേഹത്തിൻ്റെ കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായി യുദ്ധം ചെയ്തിട്ട് ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണെന്ത് ആ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത് അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യൂറോപ്യൻ ശക്തികളെ ഒരു ഇന്ത്യൻ ഭരണാധികാരി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്തായിരുന്നു? തൃപ്പടിദാനം നടത്തിയ രാജാവാണ് ആര്? ഈ മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം എന്നായിരുന്നു അല്ലേ? 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തുക. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം. 1750 ജനുവരി 3 ഒന്നാമത്തെ തൃപ്പടിദാനം നടത്തിയിട്ടുള്ളത് അല്ലേ? തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? തൻ്റെ
രാജ്യത്തെ എന്ത് ചെയ്തു? ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനമെന്ന് പറയുക. രണ്ടാം തൃപ്പടിദാനം എന്ന് പറയുമ്പോൾ അത് 1766 രണ്ടാമത്തെ തൃപ്പടിദാനം. ആ സമയത്ത് ആരാണ് ഉണ്ടായിരുന്നത്? കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു രണ്ടാം തൃപ്പടിദാനം. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം അല്ലേ, തൃപ്പടിദാനം നടത്തിയത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ, 1750 ജനുവരി 3. രണ്ടാമത്തതോ 1766 നടന്നു. ആ സമയത്ത് രാജാവ് ആരായിരുന്നു? ധർമ്മരാജ എന്ന് പറഞ്ഞാൽ കാർത്തിക തിരുനാൾ മഹാരാജ, കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജ. തൃപ്പടിദാനം എന്നൊരു കൃതിയുണ്ട്, അത് എഴുതിയത് ആരാണ്? തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയത്. ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത്. ഉമാമഹേശ്വരി. തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? ഉമാമഹേശ്വരി. അപ്പോൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തോട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? 2ഉം 3ഉമായിരുന്നു അല്ലേ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തൃപ്പടിദാനം നടത്തിയ രാജാവാണ് അദ്ദേഹം അല്ലേ. ഇവിടെ 2 പോയിന്റ്സ്. മറ്റൊരു പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഇവിടെ 1721 അല്ലേ ആറ്റിൽ കലാപം നയിച്ചത് ആരായിരുന്നു? കലാപം. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണെന്ത്? ആറ്റിൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിൽ കലാപം അല്ലേ. ആ സമയത്ത് രാജാവ് ആരാണ്? ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയാണ്. 1721 കലാപം സംഘടിത കലാപമാണത്. രാജാവ് ആരാണ്? ആദിത്യവർമ്മയാണ്. ഓക്കെ. അതുപോലെ മറ്റൊന്നാണെന്ത്? കുണ്ടറ വിളംബരം അല്ലേ. കുണ്ടറ വിളംബരം അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയുടെ അല്ല, പകരം എന്താണ്? വേലുത്തമ്പി ദളവയാണ് അവിടെ ഓർക്കേണ്ടത്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. വേലുത്തമ്പി ദളവ അല്ലേ. 1909 ജനുവരി 11 കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവയുടേതാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷനാരാണ്? ഇവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ഏത് ആർട്ടിക്കിളിനെയാണ്? 32നെയാണ് ഹൃദയവും ആത്മാവും എന്ന് പറയുക. 32 കുറിച്ച് മറ്റൊന്ന് നമുക്ക് പറയാൻ കഴിയും. 32 അതായത് ഭരണഘടനയുടെ 32ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുക. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏതാണ്? നമ്മുടെ 32ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 32 വെച്ച്. അപ്പോൾ ഹൈക്കോടതിയോ 226. ഓക്കെ, ഓർമ്മിക്കട്ടെ. ഹൈക്കോടതി 32 കുറിച്ച് പറയാം. സുപ്രീം കോടതി 32ാം വകുപ്പ് പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുക. അടുത്തെന്താണ്? മൗലിക അവകാശങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്, മൗലികമായത് ഏത് തന്നെയാണ്? 32ാം അനുച്ഛേദമാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്താണ്? ഈ 32ാം അനുച്ഛേദമാണ്. അതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും 32ാം വകുപ്പ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഭരണഘടന നിർമ്മാണ സമിതിയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. നിർമ്മാണ സമിതി ഇല്ലേ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നെന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ. നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ്? 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ
രൂപീകൃതമാകുന്നത്. ഓക്കെ, ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? ആര് പറഞ്ഞിട്ടാണ്? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അല്ലേ? എന്നായിരുന്നു അത്? 1946 ഡിസംബർ 6 അങ്ങോട്ട് ഓർത്ത് വെച്ചേക്കുക അല്ലേ? ഡിസംബർ 6 ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തൊരു വ്യക്തിയുണ്ട്. ആരാണ് ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി അല്ലേ? JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് അല്ലേ? അറിയാതെ. ഇനിയും അധ്യക്ഷനെ അറിയാമാരായിരുന്നു. അധ്യക്ഷൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എൻ്റെ അധ്യക്ഷൻ അല്ലേ? അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് ആ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു അല്ലേ? അതിൻ്റെ അധ്യക്ഷൻ സ്ഥിരം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലേ? ഇവിടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചതാരായിരുന്നു അല്ലേ? ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണെന്ത്? ലക്ഷ്യപ്രമേയം. അത് അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുക. ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് നിർത്താം അവിടെ. അടുത്തത് ഹോട്ട് പോയിന്റ്സുമായിട്ട് അതായത് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള പോയിന്റ്സുകൾ 3, 4, 5, 6, 7 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഹോട്ട് പോയിന്റ്സ് ആണ് നമ്മൾ ഹോട്ട് ടോപ്പിക്കുകളാണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.